ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഈ ഡയലോഗാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴത്തെ പാക്സും പ്ലേയേഴ്സും ഒക്കെ കാണുമ്പോൾ ചോദിച്ചു പോകുന്നത്. ഇത് നമുക്ക് തോന്നുന്നതാണോ അതോ കൊണാമി നന്നായോ എന്ന്? രണ്ടുമല്ല, ഇത് അവരുടെ ഒരു തന്ത്രമാണെന്ന് പറയുന്നതാവും ശരി. രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിൽ. അതിൽ ആദ്യത്തേത് നമ്മളുടെ അക്കൗണ്ടിൽ സേവ് ചെയ്തിട്ടുള്ള കോയിൻസ് തന്നെയാണ്. പലരുടെയും അക്കൗണ്ടിലെ കോയിൻസ് ഇതിനോടകം കൊണാമി തൂത്തു തുടച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാലും കുറച്ച് പേരെങ്കിലും കോയിൻസ് 2026 അപ്ഡേറ്റിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവരെ കൂടി കറക്കണോ വേണ്ടയോ എന്ന് ചിന്തിപ്പിക്കുന്ന പാക്കുകളാണ് ഇപ്പോൾ വരുന്നത്. പെലെനെയും ക്രൈഫിനെയും ഒറ്റ പാക്കിൽ കൊണ്ടുവരുന്നു. MSN തിരിച്ചു കൊണ്ടുവരുന്നു. നമ്മൾ കറക്കാൻ കൊതിക്കുന്ന എപ്പിക് പ്ലെയേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. മൊത്തത്തിൽ കൊണാമി രണ്ടും കൽപ്പിച്ചാണ്. കോയിൻസ് സേവ് ചെയ്യാതെ 100നും 200നും ഒക്കെ എല്ലാ പാക്കിലും ലക്ക് ട്രൈ ചെയ്യുന്നവരോട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനേ ഞാൻ പറയൂ. പക്ഷേ കോയിൻസ് സേവ് ചെയ്യുന്നവർ ഇപ്പോൾ വരുന്ന പാക്കുകളൊന്നും അതുകൊണ്ടേ കറക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്, MSN പോലത്തെ കിഡിലൻ പാക്കുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കറക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാവും. അവിടെയാണ് നിങ്ങൾ കൊണാമിയുടെ ബിസിനസ് തന്ത്രങ്ങളെക്കുറിച്ചും ഈ ഗെയിമിനെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത്. പുതിയ യൂസേഴ്സിന് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും, പക്ഷേ പണ്ട് മുതൽ കളിക്കുന്നവർക്ക് അത് കണ്ടും കൊണ്ടും തഴമ്പിച്ച ഒരു കാര്യമാണ്. എല്ലാ വർഷവും ഇവർ പുതിയ പവർഫുൾ കാർഡ്സ് ഇറക്കും. അപ്പോൾ പഴയ കാർഡ്സിൻ്റെ പവർ ഓട്ടോമാറ്റിക്കലി കുറയും. ബേസ് കാർഡ്സ് മാത്രം ഉണ്ടായിരുന്നിടത്ത് പിന്നെ ഫീച്ചേർഡ് കാർഡ്സ്, ലെജൻഡ്സ് കാർഡ്സ് ഒക്കെ ഇറക്കി. അത് കഴിഞ്ഞ് ഐക്കോണിക് കാർഡ് കൊണ്ടുവന്നു. അത് എല്ലാവരുടെയും കയ്യിൽ വന്നപ്പോഴേക്കും പെസ് എന്ന പേരും മാറ്റി, കാർഡൊക്കെ കാരിയറോ ആക്കി ഈ ഫുട്ബോളിലേക്ക് വന്നു. അവിടെ ബിഗ് ടൈം എപ്പിക് കാർഡ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇപ്പോഴിതാ സിംഗിൾ ബൂസ്റ്ററും കഴിഞ്ഞ് ഡബിൾ ബൂസ്റ്ററിൽ എത്തി നിൽക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റിലും ഒരു പുതിയ കാർഡ് ടൈപ്പ് വരും. അത് എങ്ങനത്തെ ടൈപ്പ് ആവും എന്നത് മാത്രം ആണ് ഒരേ ഒരു ചോദ്യമുള്ളൂ. നിലവിലുള്ള കാർഡ്സ് അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുമെന്ന് കൊണാമി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ കാർഡ് ടൈപ്പ് വരുമ്പോൾ പഴയതിൻ്റെ പവർ കുറയും എന്നത് ഉറപ്പാണ്. മെസ്സി, നെയ്മറും പെലെയും ഒക്കെ ഇതിലും തീയായിട്ട് അപ്ഡേറ്റിന് ശേഷം എത്തുന്നതാവും. അപ്പോൾ കേവലം ഇനി ദിവസങ്ങൾ മാത്രം പവറിൽ കളിക്കുന്ന കാർഡ്സ് വേണോ അതോ 2026 അപ്ഡേറ്റിലേക്ക് കോയിൻസ് സേവ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കൊണാമി ഇപ്പോൾ ഗെയിമിൽ നല്ല അടിപൊളി പാക്സും ഫ്രീ പ്ലെയേഴ്സും ഒക്കെ തരുന്നതിൽ രണ്ടാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. അത് അടുത്ത അപ്ഡേറ്റിന് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഫുട്ബോൾ 2025 ഗെയിം പ്ലേ നല്ലതായിരുന്നെങ്കിലും ഇവൻസ് ഒക്കെ ശോകമായിരുന്നു. നല്ലൊരു ശതമാനം യൂസേഴ്സും പകുതിയോടെ നിർത്തിപ്പോവാൻ തുടങ്ങി. ഇങ്ങനെ പോയ യൂസേഴ്സിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഈ പ്ലെയർ സൈനിങ്സ് ഒക്കെ കൊടുക്കുന്നത്. അത് വർക്കൗട്ട് ആവുന്നുമുണ്ട്. നിങ്ങളിൽ പലരും ഗെയിം ചിലപ്പോൾ ഈ കാർഡ്സ് കിട്ടാനായി ഈ അടുത്ത് റീഇൻസ്റ്റാൾ ചെയ്തവരാവും. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. പണ്ട് മുതലേ കണ്ടുവരുന്ന കൊണാമിയുടെ ഒരു കുതന്ത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഏറ്റവും അവസാനം നിങ്ങളുടെ തന്നെ ചോയ്സാണ് ഏത് പാക്ക് കറക്കണം എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.